നല്ലതിലേക്കുള്ള വഴി എപ്പോഴും കാഠിന്യമേറിയതായിരിക്കും. എനിക്കെപ്പോഴും ദുരിതം വെച്ചു, മറ്റുള്ളവർ വെറുതെ ചിരിച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു പരാതി പലപ്പോഴും നമ്മുടെ ഇടയിൽ ആളുകൾ പറയാറുണ്ട്. ചിരിച്ചു നിൽക്കുന്നവർക്ക് ഈശ്വരൻ നൽകാനിരിക്കുന്നത് വെറും ചിരി മാത്രമായിരിക്കും, ഉപയോഗശൂന്യമായ അർത്ഥശൂന്യമായ ചിരി. പക്ഷേ വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്ന, പരീക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പരീക്ഷണഘട്ടങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. എത്ര രൂക്ഷമായ തിരിച്ചടികൾ ലഭിച്ചാലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് സ്ഥായിയായി ഇടയ്ക്ക് വെച്ച് നിർത്താതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. വിജയം നിങ്ങൾക്ക് സമ്മാനിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്കുള്ളതാണ് വിജയം. നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും വെല്ലുവിളികളുടെയും ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ മനസ്സ് ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷിക്കപ്പെടുന്നത് ഒരുപക്ഷെ നിങ്ങൾ അനുഗ്രഹീതരായതുകൊണ്ടായിരിക്കാം. അവസാന വിജയം നിങ്ങളിലേക്ക് എത്തട്ടെ. വിജയത്തിൻ്റെ ശ്രീകോവിലിൽ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. പരീക്ഷിക്കപ്പെടുന്നത് പരീക്ഷണങ്ങൾ മാത്രമാണ്. വെറുതെ ഇരിക്കുന്നവരുടെ വാചകങ്ങളും വാക്കുകളും അർത്ഥശൂന്യമായിരിക്കും. അവർ നിങ്ങളെ പരിഹസിച്ചാലും അവർ നിങ്ങളെ ഇനി പുകഴ്ത്തിയാലും നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ വാക്കുകൾ പോലും പാഴ്വാക്കുകളാണ്. നമുക്ക് വേണ്ടത് ഏറ്റവും തീഷ്ണതയുള്ള, ഏറ്റവും കാര്യഗൗരവമായ ലക്ഷ്യങ്ങളിലേക്ക് എത്തുകയും ആ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അത് കൈവരിക്കുകയുമാണ്. നിങ്ങൾക്ക് പിന്നിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ജീവൻ, അവരുടെ ജീവിതം, അവരുടെ ജീവിത ലക്ഷ്യങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ അതൊക്കെ നിങ്ങളുടെ ചുമലിലാണ്. അത് നിങ്ങൾ മറക്കാതെ മുന്നോട്ട് പോകുക. സത്യം എപ്പോഴും ദുർഘടമായ വഴിയിലൂടെ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ പ്രാപിക്കുന്നതാണ്. എളുപ്പവും പ്രലോഭനങ്ങളും തെറ്റിലേക്കും അർത്ഥശൂന്യതയിലേക്കും നഷ്ടങ്ങളിലേക്കും മാത്രമേ നിങ്ങളെ നയിക്കുകയുള്ളൂ.